പ്രീമിയം 150cc ബൈക്കുകളുടെ സെക്ഷനിലേക്ക് യമഹ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു അടിപൊളി ബൈക്കാണ് MT15. 155cc എന്ത് പ്രീമിയം കൊടുക്കാനെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ KTMൻ്റെ പ്രീമിയം ബൈക്കുകൾ പോലെ അത്യാവശ്യം പവറും ലുക്കും ഒക്കെ കൊടുക്കുന്ന വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ബൈക്ക് ഇറക്കി യമഹ നമ്മുടെ മാർക്കറ്റിനെ സന്തോഷിപ്പിച്ചു. എന്നാൽ ഇത് നമുക്ക് പ്രോമിസ് ചെയ്തതുപോലൊരു ബൈക്കല്ലായിരുന്നു. എംസ്ലാസ് പോലെ കുറച്ചുകൂടിയൊക്കെ പ്രീമിയം ആയിട്ടുള്ള ബൈക്കുകൾ കാണിച്ച് കൊതിപ്പിച്ച ശേഷം അപ്സൈഡ് ഡൗൺ ഫോക്കും അലുമിനിയം സ്വിങ്ങാമും ഒന്നുമില്ലാതെ നമുക്കൊരു ചെറിയ ബൈക്ക് തന്നു. ആദ്യമൊക്കെ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നെങ്കിലും ഈ ബൈക്ക് ഒരുപാട് മുകളിലാണ് പെർഫോം ചെയ്തത്. വളരെ നല്ലൊരു എഞ്ചിനും വളരെ നല്ലൊരു ഷാസിയും ഒക്കെ ഉള്ള ഒരു അടിപൊളി ബൈക്കാണിത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വന്നിട്ട് ബൈ പ്രൊജക്ടർ LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. 2 DRL വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇലുമിനേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഫ്രണ്ട് നോക്കിയാൽ തന്നെ അറിയാം. 282mm ഫ്രണ്ട് ഡിസ്ക് വരുന്നുണ്ട്. സിംഗിൾ ചാനൽ ABS മാത്രമേ വരുന്നുള്ളൂ. അലോയ് വീൽസ് വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രേക്കിങ്ങും ഒക്കെ യമഹ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് ലിക്വിഡ് കൂളിംഗ് ആണ് വരുന്നത്. ഹീറ്റിംഗ് ഒക്കെ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ട്രാഫിക്കിൽ അത്യാവശ്യം ഹീറ്റ് ആവുമെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അടുത്ത് പറയേണ്ടത് ടാങ്കാണ്. 10 ലിറ്ററിൻ്റെ ടാങ്കാണ് വരുന്നത്. ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ ഓക്കെയാണ്. പിന്നീട് നമുക്ക് നോക്കിയാൽ അറിയാം, സൈഡിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാം നമ്മുടെ എൻജിൻ പ്രധാനപ്പെട്ട ഇതിൻ്റെ ഘടകമാണ്. അടിപൊളി എൻജിനാണ്. അത്യാവശ്യം ലോങ് പോകാനും അത്യാവശ്യം സിറ്റി റൈഡിനും ഒക്കെ കൊള്ളാവുന്ന ഒരു എൻജിനാണ് ഇതിന് വരുന്നത്. അത്യാവശ്യം നല്ല ടോപ്പ് എൻഡ് ഉള്ളൊരു എൻജിനാണ്. പക്ഷേ ടോപ്പ് എൻഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്ര വലിയ ടോപ്പ് സ്പീഡൊന്നും R15 കിട്ടുന്നത് പോലെ ഇതിൽ കിട്ടില്ല. പിന്നെ ഇതിൻ്റെ സീറ്റ്, ഇതിൻ്റെ പിലിയൻ സീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വൃത്തികെട്ട ഒരു സീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം പിലിയന് വേണ്ടി ഉണ്ടാക്കിയ സീറ്റ് അല്ല എന്നതുപോലെ തോന്നും. പിന്നെ ഗ്രാബ് റെയിൽസ് ആണെങ്കിൽ എനിക്കിൻ്റെ ഗ്രാബ് റെയിൽസ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒട്ടും ഭംഗിയുമില്ല, എന്നാൽ ഒട്ടും ഇഷ്ടപ്പെട്ടതുമില്ല. പിന്നെ ഈ ബാക്കിലെ ഹാലോജൻ ഹെഡ്ലൈറ്റ്, പ്രീമിയം പൈസ വാങ്ങുന്നുണ്ടെങ്കിലും അവിടെ LED തരാമായിരുന്നു. അലുമിനിയം സ്വിങ്ങാൻ വരുന്നില്ല. ഓപ്പൺ ചെയിൻ സിസ്റ്റമാണ്. 500 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അതെന്ത് ചെയ്യേണ്ടി വരും? ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും. മാത്രമല്ല മോണോ സസ്പെൻഷനാണ്. അത്യാവശ്യം സ്റ്റിഫാണ് സസ്പെൻഷൻ. എക്സോസ് പൈപ്പ് എല്ലാം നമ്മുടെ R15 പോലെ തന്നെയാണ്. സൗണ്ടിങ്ങും ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ ഈ ബൈക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഇതിന് ഒട്ടും വെയിറ്റ് ഇല്ല. അത്യാവശ്യം ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു ബൈക്കാണ്. ഇതിന് നല്ലൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ കീ വരുന്നത് ടാങ്കിലാണ്. ഇതിൻ്റെ എക്സോസ് നോട്ട് ഒന്ന് കേട്ടു നോക്കാം. ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കാം നമുക്ക്. ഇതിൽ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ പോയിട്ട് ബാക്കി അത്യാവശ്യം എല്ലാ ഇൻഫർമേഷനും തരുന്നുണ്ട്. ഒരു ഇൻവേർട്ടഡ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഗോപ്രോയിൽ അത്യാവശ്യം നന്നായിട്ട് കിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല വിസിബിലിറ്റിയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്വിച്ച് ഗിയർ ക്വാളിറ്റിയൊക്കെ ഓക്കെയാണ്. എനിക്ക് ഒരുപാട് സംഭവമായിട്ടൊന്നും തോന്നിയില്ല. അത്യാവശ്യം കൊള്ളാം. മാനേജബിൾ ആയിട്ടുള്ള സ്വിച്ച് ഗിയറാണ്. സ്വിച്ച് ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ. പാസ്സൊക്കെ ഇൻറ്റഗ്രേറ്റഡ് പാസ്സാണ്. നമ്മുടെ ഇൻഡിക്കേറ്ററും ഹോണും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ടാങ്കിലൊരു ഹിഞ്ച് കൊടുത്തിട്ടുണ്ട് യമഹ. അത് വളരെ ഉപകാരപ്രദമായിട്ട് തോന്നി. പിന്നെ എനിക്ക് പണ്ടുണ്ടായിരുന്ന പോലെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഇഷ്യൂസ് ഒന്നും ഇവിടെ തോന്നുന്നില്ല. അത്യാവശ്യം നീറ്റായിട്ട് നല്ല വെൽ ബിൽഡാണ്. സീറ്റ് മീഡിയം കോമ്പൗണ്ടാണ് കേട്ടോ. അത്യാവശ്യം മീഡിയമാണ്. നിങ്ങൾ സീറ്റ് ഒന്ന് റീവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടിയൊക്കെ ബെറ്റർ ആകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഗ്രാബ് ഹാൻഡിൽ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ഗ്രാബ് ഹാൻഡിലാണിത്. ഹലോ, വെൽക്കം ടു Wheelsonfire. Wheelsonfireൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് MT15 ആണ്. യൂത്തിൻ്റെ ഇടയിൽ ഡ്യൂക്ക് കഴിഞ്ഞാൽ അത്യാവശ്യം വളരെ വൈബ്രൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു ബൈക്കാണ്. ഈ ബൈക്കും R15 കൂടി ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം രണ്ടും ഏകദേശം ഒരേ വണ്ടിയാണ്. ഇത് നേക്കഡ് ആണെങ്കിൽ അത് ഒരു സ്പോർട്സ് കമ്മ്യൂട്ടറാണ്. നമുക്ക് ഈ വണ്ടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബൈക്കാണ്. എനിക്ക് ഒരുപാട് ഒരു കംഫർട്ട് ഓറിയൻ്റ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് കമ്മ്യൂട്ടറായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇതിപ്പോൾ സീറ്റ് ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഹാൻഡിൽ കുറച്ചുകൂടിയൊക്കെ അടുത്തായിട്ടാണ്. ചെറിയൊരു ടാങ്കാണ് വരുന്നത്. ഒരു 10 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് വരുന്നത്. അത് R15ൻ്റെ ലുക്ക് വേറെ തന്നെയാണ്. R15ൻ്റെ ഒരു ലുക്ക് വെച്ചിട്ട് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ നേക്കഡ് ബൈക്സ് ഇഷ്ടപ്പെടില്ല. മിറേഴ്സൊക്കെ യമഹയുടെ ഒരു ബേസിക് മിററാണ്. സ്വിച്ച് ഗിയറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. നല്ല ക്വാളിറ്റി ഒന്നുമല്ല. ഇതിൽ ഹോൺ വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ഹോണിന് താഴെയാണ് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പാസ് സ്വിച്ച് ഇവിടെ വരുന്നത്. എൻജിൻ കില്ലുണ്ട്. പിന്നെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. കീ വരുന്നത് ടാങ്കിനോട് ചേർന്നിട്ടാണ്. ഒരു ഹിഞ്ച് മെക്കാനിസം ഉള്ളൊരു ടാങ്ക് ക്യാപ്പാണ് വരുന്നത്. അത്യാവശ്യം നല്ലത് തന്നെയാണ്. നല്ല സ്കൂപ്ഡ് ആയിട്ടുള്ള ടാങ്കാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട്. എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. സീറ്റ് അത്യാവശ്യം കംഫർട്ടബിൾ തന്നെയാണ്. ഇതിൽ നല്ലൊരു LCD ഡിസ്പ്ലേ വരുന്നുണ്ട്.
ഒരു RPM ഷിഫ്റ്റ് ലൈറ്റോട് കൂടിയൊക്കെ ഒരു നെഗറ്റീവ് ഒരു ഇൻവേർട്ടഡ് ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ് ഇതിൽ. ഇത് കണ്ടില്ലേ, വളരെ കുറച്ച് മാത്രം ഓടിയിട്ടുള്ളൊരു ബൈക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റില്ല. എന്നാലും കുഴപ്പമില്ല. ഇതൊരു സിംഗിൾ ചാനൽ EBS കൂടി വരുന്ന R15 സെയിം എഞ്ചിൻ. അതിൻ്റെ സ്പെസിഫിക്കേഷനിലോട്ടൊന്നും കിടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ, ഇപ്പോൾ 2021 ഇറങ്ങിയ ബൈക്കായത്, ഇതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ എങ്ങനെയുണ്ട് എന്നൊന്ന് ഫീൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പെയിൻറ്റ് സ്കീം അത്യാവശ്യം നല്ല, എനിക്ക് ഈ പെയിൻറ്റ് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ പെയിൻറ്റ് ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്. ആൾക്കാർ ഇത് എടുത്തിട്ട് എന്ത് ചെയ്യാറുണ്ട്, അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. നമുക്കത് സ്റ്റാർട്ടാക്കി നോക്കാം. എൻജിനുണ്ട് എന്ന് നന്നായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ എൻജിൻ കട്ട് ഓഫ് ഇല്ല കേട്ടോ. സൈഡ് സ്റ്റാൻഡ് സെൻസർ എന്ന് പറയുന്നതില്ല. അത്യാവശ്യം ആ ഒരു പവർ ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിയിൽ. നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. നമ്മൾ കുറച്ച് മുന്നോട്ടാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാകും. നമുക്ക് തന്നെ തോന്നും. വളരെ ഞാൻ ഫ്രണ്ട് ഹെവി ആയിട്ടുള്ള വണ്ടികൾ ഓടിച്ച് ശീലിച്ച ആളാണ്. എനിക്കിത് ഫ്രണ്ടിൽ ഭയങ്കര ലൈറ്റായിട്ട് തോന്നുന്നുണ്ട്. ഫ്രണ്ട് ഭയങ്കര ലൈറ്റ് എന്ന് മാത്രമല്ല, ഫ്രണ്ട് എനിക്ക് ഒരു ഒട്ടും ഫ്രണ്ട് ഹെവി അല്ലാത്തൊരു വണ്ടിയായിട്ട് തോന്നുന്നുണ്ട്. ഇതിൽ ഒരു ബൈ പ്രൊജക്ടർ LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, പൈലറ്റ് ലാമ്പ് വരുന്നുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല ലുക്കോട് കൂടി തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇതിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടറാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അവർ. പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. എന്നാൽ അത്ര ഒരു ഡ്യൂക്കിൻ്റെയൊക്കെ പോലെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമല്ല. പക്ഷേ ഇതിനകത്ത് ഇല്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. ഇതിന് അലുമിനിയം സ്വിങ്ങാമോ അല്ലെങ്കിൽ ഇതിൻ്റെ അപ്സൈഡ് ഡൗൺ ഫോർക്കോ ഒന്നും ഇല്ലാതെയാണ് യമാഹ ഇവിടെ ഇന്ത്യയിൽ ഈ പ്രോഡക്റ്റ് ഇറക്കിയത്. അതൊക്കെ വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിപ്പോൾ ഒരു നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും ഒരു കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്കൊന്ന് ഹോൺ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഹോണ് വളരെ മീക്കി ആയിട്ടുള്ളൊരു ഹോണാണ്, കൊള്ളത്തില്ല. പിന്നെ ഇതിൻ്റെ ലോ ആൻഡ് ടോർക്ക് എനിക്കത്ര ഇതിന് ഈ വണ്ടികൾക്ക് ലോ ആൻഡ് ടോർക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് ലോ ആൻഡ് ടോർക്ക് ഒന്നും കാണത്തില്ല. നമ്മൾ ഒരുപാട് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ആൾക്കാരെ പേടിപ്പിക്കണം. ഇത് പവർ ഡെലിവറി പക്ഷേ ഒരു രക്ഷയില്ല. എനിക്ക് ഈ ബൈക്കിനെ പറ്റിയിട്ട് ഉള്ള ഒരു പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡ്യുവൽ ചാനൽ EBS ഇല്ല എന്നുള്ളൊരു പരാതിയുണ്ട്. കാര്യം R15 അടുത്ത പ്രൈസ് റേഞ്ച് ഉണ്ട്, എന്നാൽ ഇതിനെന്തില്ല, ഡ്യുവൽ ചാനൽ EBS ഇല്ല എന്നുള്ളൊരു പരാതി എനിക്കുണ്ട്, നന്നായിട്ടുണ്ട്. അത് മാത്രമാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പിലിയൻ കംഫർട്ട് അത്ര നല്ലതല്ല. ഇരിക്കാൻ പറ്റും, ലോങ് ഒന്നും പോകാൻ പറ്റത്തില്ല. അത്യാവശ്യം ഷോർട്ട് റൈഡുകൾക്കെല്ലാം കുഴപ്പമില്ല. പക്ഷേ സൈഡ് ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെയും ബുദ്ധിമുട്ടുണ്ടാകാം. സൈഡ് തിരിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താവാം, അത്ര സുഖകരമായിരിക്കില്ല ഈ ഒരു വണ്ടി. പിന്നെ ഇപ്പോൾ ഞാൻ 5ാമത്തെ ഗിയറിൽ 30-37 പോകുന്നത്. അപ്പോൾ അത്യാവശ്യം അതൊക്കെ ആ സ്പീഡൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് തിരിച്ചു പോകാം. ടേണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. എനിക്കിതിൽ കാലൊക്കെ അത്യാവശ്യം എത്തണം. ഞാനൊരു 170 സെൻറ്റിമീറ്റർ 169 170 സെൻറ്റിമീറ്റർ പൊക്കമുള്ള ആളാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പൊക്കോ കളഞ്ഞിട്ട് കുറച്ച് നാളാണ്. അപ്പോൾ ഏതായാലും എനിക്കിത് R15 വളരെ കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദൂരം ഓടിച്ചപ്പോഴത്തേക്ക് ആ ഫ്രണ്ട് ആൻഡ് ഫീൽ മാറിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇത് ഭയങ്കരമായിട്ട് ഫ്ലിക്കബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഇട്ട് ഫ്ലിക്ക് ചെയ്യാൻ പറ്റില്ല. ട്രാഫിക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലിക്ക് ചെയ്യാൻ പറ്റും. റവ് മാച്ച് ചെയ്യാൻ നല്ല രസമുണ്ട്. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുള്ളി നോക്കാം. ഒരു രക്ഷയില്ല മോനെ, കയറിപ്പോവും, സുഖമായിട്ട് കയറിപ്പോവും. ഈ റോഡ് നമുക്ക് ആൾക്കാർ നടക്കാനൊക്കെ ഇറങ്ങുന്ന റോഡാണ്, കണ്ടില്ല, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ ഇട്ട് നമുക്ക് ഒരുപാട് ടെസ്റ്റ് റൈഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇത് പുതിയ വണ്ടിയും കൂടി ആയതുകൊണ്ട് നമുക്ക് അത്തരത്തിൽ ഒരുപാട് പുഷ് ചെയ്യാൻ പറ്റില്ല. 50 തന്നെയാണ് മാക്സിമം പുഷ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് പറ്റുന്ന ഒരു സ്പീഡൊക്കെ. ഏതായാലും ഈ വണ്ടി ഒരു ഓൺറോഡ് ഒരു 180 അടുപ്പിച്ച് പ്രൈസുള്ള ഈ വണ്ടിക്ക് 1,80,000 ആ വിലയ്ക്ക് ഇതുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് കേട്ടോ. കാര്യം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ള വണ്ടികൾ ഓഫർ ചെയ്യുന്നില്ല. പിന്നെ ഉള്ളത് FZ25 ആണ് ഇതിൻ്റെ കോമ്പറ്റീഷനായിട്ട്. ഞാനാണെങ്കിൽ അത്യാവശ്യം ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായും FZ25 പ്രിഫർ ചെയ്യും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മൈലേജ് ഉണ്ട്, കുറച്ചുകൂടിയൊക്കെ ബെറ്റർ, വലിയ എഞ്ചിനാകുമ്പോഴത്തേക്കും തന്നെ സ്ട്രെസ്ഡ് ആയിരിക്കില്ല. പിന്നെ അത്യാവശ്യം കുറച്ചുകൂടി ടൂറിങ്ങിന് അത് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് പറഞ്ഞത് മോശമൊന്നുമല്ല, ഇതിൽ ടൂർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ ഈ പറഞ്ഞതുപോലെ
സാഡിൽസ് ചെയ്യും, സാഡിൽ ബാഗൊക്കെ നമ്മൾ കസ്റ്റം ചെയ്ത് ചെയ്യണം. അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് മാറും. എന്നാൽ FZ25 ആകുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ടൂറിങ് റെഡി ആയിട്ടുള്ളൊരു വണ്ടിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ അതിന് 6th ഗിയർ ഇല്ല. എന്നാലും ഈ വണ്ടി യുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഒരു രക്ഷയില്ല. നല്ല ഫീൽ വരുന്നുണ്ട്. നല്ലൊരു വണ്ടിയാണ്. കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനൊക്കെ അത്യാവശ്യം ചേരുന്നൊരു വണ്ടിയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നേ, അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കണം. ഒരു കാര്യം പറയാൻ മറന്നു, ഇതിന് സൈഡ് സ്റ്റാൻഡ് മാത്രമേ വരുന്നുള്ളൂ. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിൽ കണ്ടില്ലേ, പിലിയൺ പിടിച്ചിരിക്കാൻ പറ്റുന്ന ഗ്രാബ് റെയിലല്ല ഉള്ളത്. രണ്ടും അത്യാവശ്യം അണ്ടർ തൈ ആണ് വരുന്നത്. അത്ര ഒരു ഗുണകരമായൊരു സാധനമായിട്ട് തോന്നിയില്ല. അതുപോലെ തന്നെ ഈ സൈഡിൽ നോക്കിയാൽ അറിയാം, അത്യാവശ്യം ലഗേജ് വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ബാക്കിയെല്ലാം കുഴപ്പമില്ല, അത്യാവശ്യം അത്രയും മാനേജബിൾ ആണെങ്കിൽ ഇത് ടൂർ ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ ഈ ടാങ്ക് റേഞ്ച് നോക്കണ്ട, ടാങ്ക് 10 ലിറ്റർ ആണെങ്കിലും ഇതിന് അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഏകദേശം ഒരു 350 to 400 കിലോമീറ്റേഴ്സിൻ്റെ മൈലേജ് ഏതായാലും കിട്ടും. പിന്നെ ഈ സീറ്റ് അത്ര ലോങ് ഡ്യൂറബിലിറ്റി ഉള്ള സീറ്റല്ല, കുഴപ്പമില്ല, അത്യാവശ്യം മീഡിയം കോമ്പൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് സീറ്റ് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് സെറ്റാണ്. ബാക്കിയെല്ലാം യമഹയുടെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ തന്നെയാണ്. എബവ് ആവറേജ് എന്ന് പറയാം. ഇതിൽ വലുതായിട്ടൊന്നും എടുത്ത് പറയാനില്ല. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.